ഒക്ടോബർ 6 അതായത് ഇന്നലെ കേരളകൗമുദി പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ നിലപാട് എന്ന് പറയുന്ന പേജിൽ എഡിറ്റോറിയൽ പേജിൽ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. ആർട്ടിക്കിൾ കേരളത്തിലെ അംഗനവാടികളെ സംബന്ധിച്ച് പ്രാധാന്യമുള്ളതായതുകൊണ്ടാണ് നമ്മൾ അതിന് ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നത്. പോഷൺ അഭിയാനുമായി വനിതാ ശിശു വികസന മന്ത്രാലയം രാഷ്ട്രം ശക്തമാകാൻ ആദ്യം കുട്ടികൾ ശക്തരാകണം. ഇതാണ് മെസ്സേജ്. ആ ലേഖനം എഴുതിയിരിക്കുന്നത് അന്നപൂർണ ദേവി, കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രിയാണ് എഴുതിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഇംഗ്ലീഷിലാണ് ഈ വീഡിയോ ചെയ്താൽ അവർക്കും കൂടി അയച്ചു കൊടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ മലയാളത്തിലാണ് ചെയ്തിരിക്കുന്നത്. നോക്കട്ടെ, സൗകര്യവും സാഹചര്യവും ഒക്കെ ആണെങ്കിൽ ഇംഗ്ലീഷിൽ കൂടി ഈ വീഡിയോ സൗകര്യം പോലെ ചെയ്യുന്നതാണ്. എന്താണ് ഈ പോഷൺ അഭിയാൻ എന്ന് പറയുന്ന ഒരു പദ്ധതി അങ്കണവാടികളിൽ പ്രവർത്തിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഈ മാസം സെപ്റ്റംബർ ഒക്ടോബർ 16 വരെ ഒരു മാസക്കാലം നീണ്ടുനിൽക്കുന്ന സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ നീണ്ടു നിൽക്കുന്ന ഒരു മാസക്കാലത്തെ പോഷൺ അഭിയാൻ എന്ന് പറയുന്ന ഒരു വലിയ പരിപാടി നടക്കുന്നുണ്ട്. ഒരു ക്യാമ്പയിൻ പോലെ നടക്കുന്നുണ്ട്. പിന്നെ 30 ദിവസക്കാലം ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്നും അത് ഫോട്ടോ അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുള്ള വളരെ വിപുലമായ ഒരു സന്നാഹമാണ്. കേരള സർക്കാർ അതിനും അനുബന്ധമായി 40 പേജുള്ള ഒരു ഗൈഡ് ലൈൻ ഇറക്കിയിട്ടുണ്ട്. സ്വാഭാവികമായി കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവുകളും ഗൈഡ് ലൈനുകൾ വരുമ്പോൾ അവർ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണെങ്കിൽ അവരും കൂടി നൽകുന്ന പദ്ധതിയാണെങ്കിൽ തീർച്ചയായും അതിനെ ബൈൻഡ് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത് ബൈൻഡിങ് ആണ് നിയമങ്ങൾ, അതിവിടെയും നമുക്ക് ഇറക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ 40 പേജുള്ള മനോഹരമായ ഒരു 10-30 ദിവസം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മാർഗ്ഗരേഖ മനോഹരമായി നമ്മുടെ വനിതാ ശിശുക്ഷേമ വകുപ്പുകാരും ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് പോഷൺ അഭിയാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2018 ഇത് രാജ്യത്ത് ആദ്യമായി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. കുട്ടികളുടെ സർവശേഷ, അതായത് കുഞ്ഞുങ്ങളുടെ 3 വയസ്സ് മുതൽ 6 വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ സർവ്വപോഷണം, അതായത് എല്ലാ അർത്ഥത്തിലുള്ള പോഷകാഹാരം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. മിഷൻ സക്ഷം അങ്കണവാടി, പോഷൻ 2.0 എന്നിവ മുഖേന 2 കാര്യങ്ങളാണ്. മിഷൻ സക്ഷം അങ്കണവാടി, പോഷൻ മിഷൻ 2.0 എന്നിവ മുഖേന കുട്ടികൾ, കൗമാരപ്രായക്കാരെ പെൺകുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ തുടങ്ങിയവരുടെ പോഷകാഹാര ഗുണങ്ങൾ മെച്ചപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. അതിനാവശ്യമായ പ്രതിരോധ ശക്തികൾ അവരിൽ വർദ്ധിപ്പിക്കുക. 14 ലക്ഷത്തോളം അംഗനവാടികൾ ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഏകദേശം 28 ലക്ഷം തൊഴിലെടുക്കുന്നവരുണ്ട് അതിനകത്ത്. ആ അംഗനവാടികളിലൂടെ 10 കോടി ഗുണഭോക്താക്കളെയെങ്കിലും ഇത് എത്തിച്ചുകൊണ്ട് രാജ്യത്തെ കുട്ടികളുടെ പോഷണം വർദ്ധിപ്പിക്കുക, പോഷകാഹാര ശീലങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. കുട്ടികളുടെ പൊണ്ണത്തടിയും അമിതഭാരവും വലിയൊരു വിഷയമാണ്. അത് കുറയ്ക്കുന്നതിന് ലോകാരോഗ്യ സംഘടന തന്നെ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക, 2 വയസ്സിന് താഴെയുള്ളവർ പഞ്ചസാര കഴിക്കുകയേ വേണ്ട കുട്ടികൾ. പിന്നെ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക. അമ്മമാരൊക്കെ ധാരാളം പഞ്ചസാര ഇട്ടാണ് കുഞ്ഞുങ്ങൾക്ക് മധുരം ശീലിപ്പിക്കുന്നത് ചെറിയ പ്രായത്തിൽ, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നത്. അതുപോലെ 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഒട്ടും പഞ്ചസാര നൽകേണ്ട കാര്യമില്ല എന്നാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ശുപാർശ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും നമുക്ക് ശരിക്കും പറഞ്ഞാൽ പുതിയ അറിവാണ്. ഞാനൊക്കെ ധരിച്ചിരുന്നത് കുഞ്ഞിലെ 6 മാസം ആകുമ്പോഴേ ഫെയറക്സ് കൊടുത്തോ അല്ലെങ്കിൽ കൂരവൊക്കെ കൊടുത്തു തുടങ്ങുമ്പോഴേ നല്ല മധുരം ഇട്ട് കൊടുക്കണമെന്നൊക്കെയാണ്. പക്ഷേ അതൊന്നും അല്ല ചെയ്യാൻ, 2 വയസ്സ് വരെ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ വളർന്നു വരുന്ന സമയത്ത് കുട്ടികൾക്ക് പാരമ്പര്യ പോഷണ വസ്തുക്കൾ കൂടുതൽ കൊടുക്കണം. ഈ കൊക്കോക്കോള പോലുള്ള അല്ലെങ്കിൽ സ്പ്രിൻ്റ് പോലുള്ള അതുപോലെ തന്നെ ജങ്ക് ഫുഡുകളൊന്നും കഴിക്കാതെ വീട്ടിലും പച്ചക്കറിയും അതുപോലെ പാവലും ഇലക്കറികളും പിന്നെ അതുപോലുള്ള നമ്മുടെ പറമ്പിൽ കിട്ടുന്ന നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഓരോ പ്രദേശത്തിന് അനുയോജ്യമായ, കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ പരമാവധി കുട്ടികൾ കഴിക്കുന്ന അങ്ങനെ വളരെ മനോഹരമായ ഒരു പദ്ധതിയായിട്ടാണ് ഇത്. ഈ അമൃതകാലത്ത് പുഷ്ടാഹാർ, അതായത് വൈവിധ്യവും ആരോഗ്യപരമായ പുഷ്ടാഹാർ കുട്ടികൾക്ക് കൊടുക്കണം. സമ്പുഷ്ടമായ പോഷകമുള്ള ആഹാരം കൊടുക്കണം. അങ്ങനെ അവരിലൂടെ പുതിയൊരു തലമുറ വളർന്നു വരുമ്പോൾ ഹൈപ്പർ ടെൻഷനും BP-യും ഷുഗറും ഒക്കെ കുറയുന്ന പുതിയൊരു തലമുറ വരും. ഇതാണ് സങ്കല്പം. പോഷൻ ട്രാക്കർ എന്ന് പറയുന്ന പിന്നെ മൊബൈൽ ആപ്പിൽ ഇതെല്ലാം ഒരു ദിവസം 4-5 ആക്ടിവിറ്റി ചെയ്ത് അതിൻ്റെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യണം. അതിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫോൺ കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും ഓരോ ഫോൺ കൊടുത്തിട്ടുണ്ട്. 2G ഉണ്ടായിരുന്ന കാലത്താണ്, ഇപ്പോൾ 5G ആയിട്ടുണ്ട്. ഫോണിൻ്റെ പിന്നെ കാലം മാറി 5G ആയി. പക്ഷേ 2G ആയിരുന്ന കാലത്താണ് എല്ലാവർക്കും ഒരു ഫോൺ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഫോൺ വഴി ഇതെല്ലാം ചെയ്യണം എന്നുള്ളതാണ് വളരെ രസകരമായി പറയുന്നത്. സദേൺ കാലിഫോർണിയ സർവകലാശാലയും കാലിഫോർണിയ ബെർക്കലി സർവകലാശാലയും മക്കൽ സർവകലാശാലയും ചേർന്ന് നടത്തിയ പഠനത്തിൽ ഗർഭകാലത്ത് പഞ്ചസാര ഉപയോഗം കറക്റ്റായ നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ പ്രമേഹം 2 ടൈപ്പിലുള്ള ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റിക് വരില്ല എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ അതെങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ താഴെ പറഞ്ഞു കൊടുക്കാനുള്ളതാണ് പോഷൻ അഭിയാൻ, പോഷൻ ട്രാക്കർ. ഇതെല്ലാം വളരെ സന്തോഷമുള്ള കാര്യം, ഇതിനകത്തൊന്നും ഒരു തർക്കവുമില്ല. പക്ഷേ ഇനിയാണ് പ്രശ്നത്തിൻ്റെ കാതൽ കിടക്കുന്നത്. ഒന്നാമത്തെ വിഷയം, വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്ത ഒരു 2G ഫോണിലാണ് ഇതെല്ലാം ചെയ്യേണ്ടത്.
അത് പലപ്പോഴും പകലും രാത്രിയും ഒക്കെ കറങ്ങി കറങ്ങി നടക്കുന്നതല്ലാതെ അത് കിട്ടുന്നില്ല എന്നൊരു പരാതി വ്യാപകമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ഫോൺ അനുവദിക്കണം എന്നുള്ള ഡിമാൻഡ് വെച്ചുകൊണ്ട് പ്രമുഖമായ യൂണിയനുകൾ സമരത്തിലേക്കും പോയിട്ടുണ്ട്. നമ്മളത് കണ്ടതാണ്, നടന്ന കാര്യമാണെന്ന് ഞാൻ പറയുന്നത്. കൃത്യമായി കഴിഞ്ഞ മാസം നടത്തിയ സമരങ്ങളിലെ ഒരു പ്രധാന ആവശ്യം ഈ പോഷൻ ട്രാക്കറിലുള്ള അപര്യാപ്തതകൾ മാറ്റുക, അതുപോലെ പുതിയ ഫോൺ അനുവദിക്കുക എന്നുള്ളതായിരുന്നു. തീർച്ചയായിട്ടും അത് വലിയൊരു പ്രശ്നമാണ്. രണ്ടാമത്തെ വിഷയം, ഞാൻ അതിൻ്റെ ഗൈഡ് ലൈൻ എനിക്ക് കാണാൻ അവസരമുണ്ടായി, മലയാളത്തിലെ ഗൈഡ് ലൈനും എനിക്ക് കാണാൻ അവസരമുണ്ടായി, കേന്ദ്ര ഗൈഡ് ലൈനും കണ്ടു. ഇത്രയധികം പ്രോഗ്രാമുകൾ ചെയ്യുമ്പോൾ ഇവർക്ക് ഈ കൊടുത്തുകൊണ്ടിരിക്കുന്ന ചെറിയ സേവന വേതന വ്യവസ്ഥകൾക്ക് പുറമെ ഇതിനെല്ലാം നല്ല ഇൻസെൻറ്റീവ് കൂടി കൊടുക്കുന്ന പുതിയ പുതിയ പ്രോഗ്രാമുകൾ എടുക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ അതിനു കൂടി ഇൻസെൻറ്റീവൊക്കെ കൊടുക്കുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ ചിത്രീകരിച്ചാൽ വളരെ നന്നായിരിക്കും. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പഠിക്കുന്ന ആളെന്നുള്ള നിലയിൽ 4.5 കിലോമീറ്റർ ഒരു ദിവസം രാവിലെ അങ്ങോട്ടും 4.5 കിലോമീറ്റർ ഇങ്ങോട്ടും 9 കിലോമീറ്റർ ഒരു ദിവസം അങ്കണവാടി ടീച്ചർ നടന്നു പോയി കാട്ടിനകത്തൂടെ, ഇപ്പോൾ കൊടുങ്കാടല്ല, ചെറിയ കാടിനകത്ത് കൂടി നടന്നു പോയി. ഇടയ്ക്കൊക്കെ ആളുതാമസമുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളുമുണ്ട്. എന്നാലും 4.5 കിലോമീറ്റർ രാവിലെ നടന്നു പോയി. വൈകുന്നേരവും 4.5 കിലോമീറ്റർ നടന്നിട്ട് ആട്ടോ ഇല്ല, അങ്ങനെ ആട്ടോ പിടിക്കണമെങ്കിലും 10-500 രൂപയാകും. അപ്പോൾ അത് പ്രായോഗികമല്ല. 4.5 കിലോമീറ്റർ നടന്നു പോയി, വൈകുന്നേരവും 4.5 കിലോമീറ്റർ നടന്നു വന്ന് 9 കിലോമീറ്റർ ഒരു ദിവസം നടന്ന് അങ്കണവാടിയിൽ പോയി കുട്ടികളെ പഠിപ്പിക്കുന്ന വർക്കർമാരുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊന്നും ഈ സ്ഥലത്തൊന്നും പോയി വീട്ടിലെത്തുന്നതോ ഒരു കാലത്തായിരിക്കും, വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതോ വളരെ നേരത്തെ ആയിരിക്കും. അവിടെയും കിട്ടത്തില്ല റേഞ്ച്, വീട്ടിലും കിട്ടത്തില്ല. അങ്ങനെ വരുന്ന വീട്ടിലെത്താൻ സമയവും കിട്ടുന്നില്ല, അവിടെ കാട്ടിനകത്ത് റേഞ്ചും കിട്ടുന്നില്ല. അങ്ങനെയുള്ള 100 കണക്കിന് വിഷയങ്ങൾ ഈ കേരളത്തിലെ അട്ടപ്പാടി മേഖലയിലും അതുപോലെ തന്നെ 250-300 അംഗനവാടികളിലെങ്കിൽ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇതിനകത്ത് മത്സരം എന്നൊക്കെ പറഞ്ഞിട്ട് CDPമാരും സൂപ്പർവൈസർമാരും മത്സരം വയ്ക്കുന്നുണ്ട്. മത്സരം നല്ലതാണ്, മത്സരത്തിലൂടെയാണ്. കാരണം ഗവൺമെൻറ്റിൻ്റെ ഏത് പദ്ധതിയും, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് ഏത് പദ്ധതിയും വിജയിപ്പിച്ചെടുത്ത് അതിൽ തൻ്റെ യൂണിറ്റിൽപ്പെട്ട, തൻ്റെ സെക്ടറിൽപ്പെട്ട ആളുകളെ കൊണ്ട് പരമാവധി ജോലി ചെയ്യിപ്പിച്ച് അതിന് അവാർഡ് കിട്ടുകയാണെങ്കിൽ അതൊക്കെ വളരെ വലിയ കാര്യമാണ്, തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഇത് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധിയാണ്. ദിവസവും 5 ആക്ടിവിറ്റി കയറ്റിവിടാൻ, അത്രമാത്രം ആക്ടിവിറ്റികൾ ചെയ്യാൻ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. പല ആക്ടിവിറ്റികളും കുട്ടികളെ കൊണ്ട് മാത്രമല്ല ചെയ്യിക്കേണ്ടത്, വീട്ടിലെ അമ്മമാർ, പുരുഷന്മാർ, സ്ത്രീകൾ, സമൂഹത്തിലിറങ്ങി പല സ്ഥലങ്ങളിലുള്ള ആളുകളെ കൊണ്ട് പലതരം പരിപാടികളാണ്. അപ്പോൾ അത്രയും വ്യത്യസ്തമായ പരിപാടികൾ നടത്തി 5 പ്രോഗ്രാം വീതം ദിവസം അല്ലെങ്കിൽ 4 പ്രോഗ്രാം ഇതിലേക്ക് എൻട്രി ചെയ്യുക എന്ന് പറയുന്നതിൽ ഒരുപാട് അപ്രായോഗികതയുണ്ട്. അപ്പോൾ ഏത് നല്ല സിദ്ധാന്തവും വരട്ടെ, അത് നടപ്പിലാക്കുന്നതിനുള്ള അപ്രായോഗികതകൾ കൂടി നോക്കിക്കൊണ്ട് ഇതെല്ലാം പൈലറ്റ് പ്രോജക്റ്റായി 1, 2, 3 മാസം നടത്തി അതിൽ നിന്ന് അനുഭവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല ഗൈഡ്ലൈനുകൾ ഉണ്ടാക്കി പോയാൽ കുറേ കൂടി മെച്ചപ്പെട്ടതായിരിക്കും. തീർച്ചയായിട്ടും ഞാനിപ്പോൾ കേന്ദ്ര സംസ്ഥാന ഗൈഡ് ലൈനുകളെയോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സൂചിപ്പിക്കാനല്ല, അല്ലെങ്കിൽ അതിനെ ആക്ഷേപിക്കാനൊന്നുമല്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, അങ്കണവാടി ടീച്ചർമാർ എന്ന് പറയുന്നതും ആ വർക്കർമാരും അതുപോലെ ആശാ വർക്കേഴ്സ്, വർക്കർ, ഇങ്ങനെയുള്ള സാക്ഷരതാ മിഷൻകാർ, ഇവരെല്ലാം ഫ്ലോട്ടിംഗ് പീപ്പിളാണ്. ഞങ്ങൾ പറയുന്ന ഭാഷ സാങ്കേതികമായി ഞങ്ങൾ പറയുന്ന ഫ്ലോട്ടിംഗ് പീപ്പിളാണ്. പെർമനൻ്റ് പീപ്പിളും ഉണ്ട്, ഫ്ലോട്ടിംഗ് പീപ്പിളും ഉണ്ട്. ഈ ഫ്ലോട്ടിംഗ് പീപ്പിൾ എന്ന് പറയുന്ന ആളുകളാണ് ഇവർ. അപ്പോൾ അവർ കരാർ അടിസ്ഥാനത്തിലായിരിക്കും, അല്ലെങ്കിൽ ഇൻസെൻറ്റീവായിരിക്കും, ഓണറേറിയമായിരിക്കും. ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ട് ഒരുപാട് ജോലികൾ, താഴേക്ക് വരുന്ന എല്ലാ ജോലികളും, പഞ്ചായത്തിൻ്റെ ജോലികൾ, പഞ്ചായത്തിൽ വരുന്ന പരിപാടികൾ, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാർ, പിന്നെ ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ നടത്തുന്ന പരിപാടികൾ. ഇതിനിടയ്ക്ക് വളരെ വിപുലമായൊരു സർവേ 2 വർഷം മുമ്പ് അംഗനവാടിക്കാരെ കൊണ്ട് നടത്തി എന്ന് പറയുന്നു. അതിന് അവർക്ക് പേയ്മെൻറ്റ് കൊടുത്തതായി റെസിപ്റ്റ്, അത് അംഗനവാടി വകുപ്പ് ചെയ്തതല്ല, ഈ വനിതാ ശിശുക്ഷേമ വകുപ്പും മറ്റല്ല, വേറൊരു ഏജൻസിക്ക് വേണ്ടി സഹായം ചെയ്തൊരു പരിപാടിയാണ്, വേറെ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി. പക്ഷേ അതിൻ്റെ പൈസയൊന്നും കിട്ടിയിട്ടില്ല. ഇങ്ങനെ അഡീഷണൽ വർക്ക് ഒരുപാട് വരുന്നു, അതിനുള്ള ബെനിഫിറ്റും കിട്ടുന്നില്ല, ഫോണും കയറി തിരിഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ഒരു മാനസികമായ ഒരു പ്രതിസന്ധി, ഒരു വർക്കിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ചിലർക്കെങ്കിലും അത് കള്ളം കാണിക്കേണ്ടി വരുന്നു, പഴയതൊക്കെ കയറ്റിവിടേണ്ടി വരുന്നു, കയറ്റിവിട്ടില്ലെങ്കിൽ പരാതി വരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഇതിനകത്ത് കിടപ്പുണ്ട് ഈ പോഷൻ അഭിയാനിൽ. ഇത് ഞാൻ പറയാൻ കാരണം, ഇന്നലെ പത്രത്തിൽ വന്ന് വലിയ പബ്ലിസിറ്റി വന്നതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തത്. ഇതിന് പ്രായോഗികമായി ഇതിനകത്ത് നിരവധി പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും നമ്മുടെ സംവിധാനങ്ങളും ഉണരണം. അതിനേക്ക് അത് തീർച്ചയായും ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സാമ്പത്തിക സഹായം വേണ്ട ഒരു കാര്യമായതുകൊണ്ട് അത് തീർച്ചയായും കേന്ദ്ര സർക്കാർ ഗൗരവമായി ഈ വിഷയം ആലോചിക്കുകയും ഇതിനാവശ്യമായ സഹായം സംസ്ഥാന സർക്കാരുകൾക്ക് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനമാണ്.